വിശ്വാസി സാഗരത്തിൽ നീന്തി കുറുവിലങ്ങാട് പള്ളിയിലെ കപ്പൽ. കോട്ടയം കുറുവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൽ തീർത്ഥാടന ദേവാലയത്തിൽ 3 നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കപ്പൽ പ്രദർശനം ഭക്തിസാന്ദ്രമായി. ആയിരങ്ങളാണ് തിരുനാൾ ആഘോഷങ്ങളിലും കപ്പൽ പ്രദർശനത്തിലും പങ്കെടുക്കാൻ എത്തിയത്. വിശ്വാസികൾ അണിനിരന്നു തീർത്ത സാഗരത്തിനിടയിലൂടെ കപ്പൽ ആടിയുലഞ്ഞു നീങ്ങി. പള്ളിയങ്കണത്തിലും കുരിശടിയിലുമായി ആയിരങ്ങൾ വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിന് സാക്ഷികളായി. കുറുവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ 3 നോമ്പ് തിരുനാളിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് കപ്പൽ പ്രദക്ഷിണം. ബൈബിൾ പഴയ നിയമത്തിൽ യോനാ പ്രവാചകന്റെ നിനവേ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇത്. ദൈവകൽപ്പന ധിക്കരിച്ച യോനാ പ്രവാചകൻ കപ്പൽ യാത്രയ്ക്കിടെ കടലിൽ എറിയപ്പെടുന്നത് പുനരാവിഷ്കരിക്കുകയാണിവിടെ. പ്രക്ഷുബ്ധമായിരുന്ന കടൽ യോനായെ കടലിൽ എറിയുന്നതോടെ ശാന്തമാകുന്നു. കടപ്പൂര് കരക്കാരാണ് പ്രദക്ഷിണത്തിൽ കപ്പൽ സംവഹിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കടപ്പൂര് നിവാസികളുടെ കപ്പലുകളിൽ ഒരെണ്ണം പുറംകടലിൽ വെച്ച് കാറ്റിലും കോളിലും പെട്ടു. അവർ കുറവലങ്ങാട് മുത്തിയമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. കുറവലങ്ങാട് പള്ളിയിലെ തിരുനാളിന് എഴുന്നള്ളിക്കാൻ കപ്പൽ നിർമ്മിച്ച് സമർപ്പിക്കാമെന്ന നേർച്ചയും നേർന്നു. കപ്പൽ യാത്രക്കാരുടെ മധ്യസ്ഥനെന്ന് അറിയപ്പെടുന്ന യോനാ പ്രവാചകനോടും അവർ പ്രാർത്ഥിച്ചു. ഇതോടെ കാറ്റും കോളും ശമിച്ച് കടൽ ശാന്തമായി. അതിൻ്റെ നന്ദി പ്രകാശനമായി കടപ്പൂര് നിവാസികൾ നേർച്ചയായി സമർപ്പിച്ചതാണ് കപ്പലെന്നാണ് ഐതിഹ്യം. AD 105 തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യമുള്ള കുറവലങ്ങാട് പള്ളിയിലെ 3 നോമ്പ് തിരുനാളിൻ്റെ ആരംഭകാലം മുതൽക്കേ കപ്പൽ പ്രദക്ഷിണവും തുടങ്ങിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ കപ്പൽ പ്രദക്ഷിണത്തിലും തിരുനാൾ ചടങ്ങുകളിലും പങ്കാളികളാകാൻ എത്തിയിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം.